ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്ട്രാറ്റജിയാണ്. ഒരു 1.5 RR ട്രേഡിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു AMD പാറ്റേൺ വേണം. ദെൻ ഒരു 1 അവർ ടൈം ഫ്രെയിമിൻ്റെ AMD പാറ്റേൺ ആണ്. ദെൻ IFVG 1 മിനിറ്റിൻ്റെ അതാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് AMD പാറ്റേൺ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമേഷൻ തന്നെയാണ് ഇവിടെയും വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു അക്യുമുലേഷൻ ക്യാൻഡിൽ ഉണ്ടാവണം, ഇതിനൊരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ ഉണ്ടാവണം, ഇതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ. ആ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ. ഓക്കെ, അതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അക്യുമുലേഷൻ, പിന്നെ ഒരു മാനിപ്പുലേഷൻ. ആ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മാനിപ്പുലേഷൻ ക്യാൻഡിൽ ആവുന്നത്? നമ്മുടെ അക്യുമുലേഷൻ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ ക്ലോസ് ആകുമ്പോഴാണ് ഇതൊരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഈ ഒരു വിക്ക്, ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്കാണ്, ആ ഒരു സപ്ലൈ സോണാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് വിക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ സോണാണ്. ആ ഒരു സപ്ലൈ സോണാണ് ആ ഒരു ക്യാൻഡിലിൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിലോട്ട് വന്ന് അവിടെ ഒരു 1 മിനിറ്റിൻ്റെ IFVG ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ബൈ സിനാരിയോ. ആദ്യം ഒരു അക്യുമുലേഷൻ ക്യാൻഡിൽ ഉണ്ടാവും, ദെൻ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയി. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ. കാരണം ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നു. ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കാം, മേ ബി ബെയറിഷ് ക്യാൻഡിൽ തന്നെ ആവാം. ഓക്കെ, അങ്ങനെ ഒരു ഇന്ന ക്യാൻഡിൽ ആവണമെന്നില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലിൻ്റെ വിക്ക്, ബോട്ടം വിക്കാണ് നമ്മൾ ഇവിടെ ബൈ സിനാരിയോക്ക് ബൈയുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമാൻഡ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ആയിരിക്കും ഓപ്പൺ ആവുക. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് വന്നിട്ട് ഇവിടെ IFVG ഉണ്ടായിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇങ്ങനെയാണ് നമ്മൾ ഇത് 1 അവർ ടൈം ഫ്രെയിം, മിനിമം ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ എടുക്കാം. നമുക്ക് 4 അവർ എടുക്കാം, ഡെയിലി എടുക്കാം, വീക്കിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ 1 അവർ ടു 1 മിനിറ്റ് കോമ്പോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 അവർ ആകുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും IFVG വേണം. അപ്പോൾ അത് ഡെയിലി ആകുമ്പോൾ മിനിമം ഒരു 50 ഒരു 1 അവർ എങ്കിലും IFVG വേണം. അപ്പോൾ ഞാനിവിടെ നോക്കിയിട്ടുള്ളത് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് 1 അവറിലാണ്, 1 അവർ ആൻഡ് 4 അവറിലാണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് 1 അവർ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൈ സിനാരിയോ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് റീസെൻ്റ് ആയിട്ട് നടന്നതാണ്. വെയിറ്റ്, ഞാനിത് ബാക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ, ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് വിൻ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല POI, ഒരു ഹയർ ടൈം ഫില്ല് POIയും കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ ഒരു നമ്മുടെ സ്ട്രക്ചർ ഇപ്പോൾ എന്താണോ, ബുള്ളിഷാണോ ബെയറിഷാണോ എന്നുള്ളത് നോക്കാം. അല്ലാതെയും നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇതൊരു സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു മാർക്കറ്റ് കാര്യങ്ങളോ സ്ട്രക്ചർ കാര്യങ്ങളോ നോക്കണമെന്നില്ല. നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെയാണ്, നമ്മുടെ ഈ ഒരു റൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ്സോടെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു അക്യുമുലേഷൻ ക്യാൻഡിൽ, അതായത് ഒരു AMD പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഒരു അക്യുമുലേഷൻ ഉണ്ട്. ദെൻ ആ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലൂടെ അതിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലിൻ്റെ ബോട്ടം വിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് സോൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ മാർക്കറ്റ് ഇതിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം നമ്മൾ 1 മിനിറ്റിലെ ചാർട്ടിലേക്ക് സ്വിച്ച് ചെയ്യണം. ദെൻ 1 മിനിറ്റിൽ പോവാം. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് മാർക്കറ്റ് വരണം. ദെൻ ഒരു IFVG ക്രിയേറ്റ് ആവണം, അതിലേക്ക് റീടെസ്റ്റ് വരണം. അങ്ങനെയാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓൾറെഡി FVGs ബെയറിഷ് FVG ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നല്ലൊരു മൂവ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 FVGസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 1 മിനിറ്റിൻ്റെ FVG, ദെൻ ഇതും ഒരു FVG ആണ്. നമ്മൾക്ക് താഴത്തെ FVG വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുകളിലത്തെ FVG വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഓക്കെ, എൻട്രി കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ റിസ്ക് റിവാർഡിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് എവിടെയാണ്, ഡ്രോൺ ലിക്വിഡിറ്റി ഉള്ളത് ഇവിടെയാണ് ആക്ച്വലി. ദെൻ നമ്മൾക്ക് 1:5 മതി, 1:5 RR ഡ്രോ, അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് വരെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഈ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലിൻ്റെ ലോയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ 1:5 ടാർഗറ്റ് വെക്കുക. ഓക്കെ, നമ്മൾ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്, എൻട്രി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ AMD പാറ്റേൺ ആയതുകൊണ്ട് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ എൻട്രി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും TP അടിക്കുന്നുണ്ടാവും. ഓക്കെ, ദെൻ ആ ഒരു ക്യാൻഡിലിൽ തന്നെ, ആ ഒരു 1 അവർ ക്യാൻഡിൽ തന്നെ ഇവിടെയാണ് ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് ദെൻ ഒരു ഫ്രഷ് ക്യാൻഡിൽ ഓപ്പൺ ആയി ഇവിടെ. ദെൻ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവും, ഒരു ജസ്റ്റ് 30 മിനിറ്റ് എടുത്തോളം നമ്മൾ 1.5 RR എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, പെട്ടെന്ന് TP അടിക്കുന്ന ഒരു സ്ട്രാറ്റജി, ഒരു മെത്തഡാണ് ഇത്. ദെൻ ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലും കൂടി നമുക്ക് നോക്കാം.
ഒരു നല്ലൊരു സെൽ പോയിന്റ്. യെസ്, നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ആവണമെന്നില്ല. നമുക്ക് എങ്ങനെ ആയാലും ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് നമ്മളുടെ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഒരു IFVG ക്രിയേറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെസ്, ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്, മാർക്കറ്റ് അതിൻ്റെ ഉള്ളിലാണ് വന്നത്. IFVG ക്രിയേറ്റ് ആയിട്ടുള്ള ബെയറിഷ്, ഇപ്പോൾ ഒരു ബെയറിഷ് IFVG ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. യെസ്, മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ്, അതായത് സെല്ല് ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യണം. ഓക്കെ, അതിന് വളരെ പെട്ടെന്നായിരിക്കും റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ദെൻ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഡ്രോൺ ലിക്വിഡിറ്റി ഇതാണ്. ദെൻ നമ്മൾ 1:5 ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് വരെ ടാർഗറ്റ് ചെയ്താലും മതി. ഓക്കെ, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 ഹവറിന് മുകളിൽ എടുത്തു ടി പി അടിക്കാൻ. ഓക്കെ, പിന്നെ എന്നിരുന്നാലും നമ്മുടെ ടി പി വളരെ സ്പീഡിൽ തന്നെ ഹിറ്റ് ആയിരുന്നു. ജസ്റ്റ് ഒരു 1 അവർ 1.1 അവർ മേലെ എടുത്തിട്ടുണ്ട് ഈ ഒരു ടി പി അടിക്കാനായിട്ട്. ഓക്കെ, എന്നിരുന്നാലും നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ഒരു ഏരിയയിലാണ്. പിന്നെ ഈ ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ്റെ സമയത്ത് ഇപ്പോൾ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ദെൻ ഒരു IFVG ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡേറ്റ് ആവാനുള്ള ചാൻസും കൂടി ഉണ്ട്. ഓക്കെ, ഈ ഒരു ലോ, അതായത് മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഈ ഒരു ലോ എടുത്തിട്ടാണ് ഒരു IFVG ക്രിയേറ്റ് ആയിട്ട് സംടൈംസ് അങ്ങനെ മാർക്കറ്റ് പോകാൻ, ബട്ട് സംടൈംസ് ഇത് താഴേക്ക് പോകാനും ഈ ഒരു മാർക്കറ്റ് താഴേക്ക് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ എൻട്രി ഫെയിൽഡ് ആയി എന്നാണ്. അപ്പോൾ ആ ഒരു എൻട്രി കാര്യങ്ങൾ എടുക്കാതിരിക്കുക. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഇത് നമ്മൾ 4 ഹവറും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 4 ഹവറും കൂടി നോക്കി നോക്കാം. 1 അവർ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. 4 ഹവറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റിൻ്റെ IFVG വെയിറ്റ് ചെയ്തിരിക്കണം. ദെൻ മേ ബി നമ്മളുടെ ആ ഒരു എൻട്രി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ നടന്നിട്ടാണ് മാർക്കറ്റ് നല്ല രീതിക്ക് താഴത്ത് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കൂടി നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സപ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ 5 മിനിറ്റിൻ്റെ IFVG എങ്കിലും വെയിറ്റ് ചെയ്തിരിക്കണം. 1 മിനിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എസ്റ്റിലും കാര്യങ്ങൾ അടിക്കാൻ ചാൻസസ് ഉണ്ട്. ഓൾറെഡി ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡേറ്റ് ആവും. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് നല്ലൊരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ എൻട്രിയും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ടി പി അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 5 മിനിറ്റിൻ്റെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു മൂവ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി FVG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് FVG 5 മിനിറ്റ്സ്. ഓക്കെ, ദെൻ ഇവിടെ നെക്സ്റ്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, നമ്മളുടെ എൻട്രി ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, 1:5 നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ എൻട്രി കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ എൻട്രി ട്രിഗർ ആവാതെ പോയിട്ടുണ്ട് മാർക്കറ്റ്. കാരണം ബിക്കോസ് ഈ ഒരു IFVGയിൽ നിന്നാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. മുകളിലത്തെ IFVGയിലേക്ക് മാർക്കറ്റ് വരാതെ താഴെയുള്ള ഒരു FVGയിലേക്കാണ് മാർക്കറ്റ് പോയത്. എന്നിരുന്നാലും നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. നമ്മളുടെ റൂൾസ് നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്യാതെ അത് കീപ്പ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ബൈ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി പോയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, യെസ്, ഇവിടെ നിന്ന് ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ബട്ട് നമ്മുടെ ഒരു സപ്ലൈ സോണിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. 1 അവർ ആണ് നമുക്കിത് 1 അവർ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻട്രിയും കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ ചിലപ്പോൾ നമ്മൾക്കിപ്പോൾ 4 അവർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീക്കിൽ ചിലപ്പോൾ 1-2 എൻട്രീസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് കിട്ടി തന്നെ വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ പാറ്റേൺ കാണുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഓൾറെഡി മാർക്കറ്റ് നല്ല ഒരു ബുള്ളിഷ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ബൈ നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ഏരിയ തന്നെയാണ്. 4 അവറിൻ്റെ ഒരു സപ്പോർട്ടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് 5 മിനിറ്റിൽ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ FVG ഫോം ആയിട്ടുണ്ട്. നമുക്ക് എൻട്രി ഇതിൽ പ്ലേസ് ചെയ്യാം. IFVG 1.5. ഓക്കെ, യെസ്, നമ്മളെ എൻട്രി
നമ്മൾ എൻട്രി കിട്ടിയിട്ടുണ്ട്, ടാർഗറ്റും ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയറസ്റ്റ് ലിക്വിഡിറ്റി വരെ ഇത് ടാർഗറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആവാം. നമ്മൾ 1:5 അല്ലെങ്കിൽ 2 ഇതിനെ ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ GBP/USD ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗോൾഡ്, യൂറോ എന്നുള്ള പേരുകളിലൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നമുക്കിതിന് ജസ്റ്റ് IMD പാറ്റേൺ മാത്രം മതി. വേറെ then ഒരു IFVG 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റോ IFVG മാത്രം മതി. നമുക്ക് വേറെ മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിൻ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.